കത്തോലിക്ക സഭയുടെ കാനൻ ലോയിലും പണിഷ്മെൻറ്റിനെ പറ്റി ഒരു സെക്ഷനുണ്ട്, പീനൽ ലോയുടെ ഒരു സെക്ഷനുണ്ട്, പിന്നെ പ്രൊസീജിയറിൻ്റെ ഒരു സെക്ഷനുണ്ട്. ശിക്ഷാ നിയമവും ശിക്ഷാ നടപടിക്രമങ്ങളും ഇന്ത്യയിലാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ്, CRPC, ഇതുപോലെ അതിന് തുല്യമായിട്ട് കത്തോലിക്ക സഭയുടെ കാനൻ ലോയിലും ഉണ്ട്. ഒരു സമൂഹമാണോ അതിനൊരു നിയമം ഉണ്ടാകണം. ഒരു സൊസൈറ്റിക്കും നിയമമില്ലാതെ നിയമവാഴ്ച ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ പരിധിക്ക് പുറത്ത് ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ നിയമം ഞാൻ അംഗീകരിക്കില്ല, വേണ്ട ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്ത് പോകാം. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് പോലീസില്ല, പട്ടാളവും ഇല്ല, ജയിലും ഇല്ല. പക്ഷേ സഭയ്ക്കകത്തുനിന്ന് പുറത്താക്കാനുള്ള സംവിധാനം, അതായത് കലഹപ്രിയരായ ജനങ്ങളെ ചിതറിക്കണമെന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതൊക്കെ ചിലർ മാറ്റി കലഹപ്രിയരായ ജനങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പീലാത്തോസും ഹെറോദോസും കൂടെ ഒന്നിച്ചു ചേരാനല്ല പ്രാർത്ഥിക്കുന്നത്. അതായത് ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ഹിറ്റ്ലറെ ചേർത്ത് പിടിക്കാൻ പറ്റിയല്ല, കാശ്മീരിലെ ടെററിസ്റ്റുകളെ ചേർത്ത് പിടിക്കാൻ പറ്റിയല്ല. ചിലരെ നന്നാകുന്നവരെ ചേർത്ത് പിടിക്കാം, നന്നാകിയല്ലാത്തവരെ ശിക്ഷിച്ച് നന്നാക്കണം. അതാണ് നമ്മൾ വീട്ടിൽ ചെയ്ത് അമ്മമാർ മക്കളെ തല്ലുമ്പം അമ്മമാരെ ഏറ്റവും കൂടുതൽ കരയുന്നത്, വേദനിച്ച്. അപ്പോൾ ശിക്ഷണത്തിലൂടെ ഡിസിപ്ലിനിങ്ങിലൂടെ നന്നാക്കിയെടുക്കേണ്ട ചില അവസരങ്ങളുണ്ട്. അത് ചെയ്യണം. അത് ചെയ്യാതിരുന്നതിൻ്റെ കർത്താവ് ഈ കാലഘട്ടം സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത അഭിഷിക്തൻ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക ട്രൈബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ജഡ്ജിയായി നിയമിതനായ ഫാദർ ജെയിംസ് പാമ്പാറ CMI അച്ഛൻ. കാലങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന കുർബാന തർക്ക വിഷയം തുടങ്ങിയത് മുതൽ കാനോനികമായി അപഗ്രഥിച്ചുകൊണ്ടുള്ള തൻ്റെ ശക്തമായ നിലപാടുകളുടെ ലേഖനങ്ങൾ CMI സഭയുടെ മുഖപത്രമായ കർമ്മലകുസുമ മാസികയിൽ അച്ഛൻ ഇതിനു മുമ്പും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരിലും നിരവധി തവണ അച്ഛന് വിമർശനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു. ഫാദർ ഡോക്ടർ ജെയിംസ് മാത്യുവിൻ്റെ കാന നിയമത്തിലുള്ള പാണ്ഡിത്യവും ദീർഘകാല അനുഭവത്തിനും സഭ നൽകുന്ന അംഗീകാരമാണ് അച്ഛൻ്റെ ഈ പുതിയ ഉത്തരവാദിത്വം. അതിരൂപതയിലെ അച്ചടക്ക നടപടികൾക്കായുള്ള പ്രത്യേക കോടതിയിൽ പ്രിസൈഡിംഗ് ജഡ്ജിയായ ജെയിംസ് അച്ഛനോടൊപ്പം ജഡ്ജിമാരായി ഫാദർ ജോസ് മാറാട്ടിൽ, ഫാദർ ജോയ് പാലിയേക്കര എന്നിവരെയും നീതി സംരക്ഷകരായി ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിനെയും നോട്ടറിയായി ഫാദർ ജോസഫ് കാമിച്ചേരിയും അഭിഭാഷകരായി ഫാദർ ജോസഫ് പരൂമേൽ, ഫാദർ ഫ്രാൻസിസ് ആളൂർ, ഫാദർ മാത്യു കല്ലറയ്ക്കൽ എന്നിവരും നിയമിതരായിട്ടുണ്ട്. 2025 എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നിർണായകമായ വർഷം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അച്ചടക്ക നടപടികൾക്കായി നിലവിൽ രൂപീകൃതമായ ഈ പ്രത്യേക കോടതിയെക്കുറിച്ചുള്ള സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഇറക്കിയ ഈ സർക്കുലർ എല്ലാ വിശ്വാസികളും നിർബന്ധമായും കേട്ടിരിക്കണം. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അച്ചടക്കരാഹിത്യ പ്രവൃത്തികളെ സഭാപരമായ കാനോനിക നടപടികളിലൂടെ ക്രമപ്പെടുത്തുന്നതിനായി സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസ് പ്രത്യേക കോടതി 2024 ഡിസംബർ 18 നിലവിൽ വന്നു. സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് കോടതി സ്ഥാപിച്ചുകൊണ്ട് ഉത്തരവ് നൽകിയിരിക്കുന്നത്. പൗരസ്ത്യ സഭകൾക്കായുള്ള കാന നിയമത്തിന്റെ 89 നമ്പർ പ്രകാരം പൗരോഹിത്യ ശുശ്രൂഷകരുടെ അച്ചടക്ക മേൽനോട്ടം നടത്താനുള്ള അവകാശവും കടമയും മേജർ ആർച്ച് ബിഷപ്പിൽ നിക്ഷിപ്തമാണ്. കൽപ്പനകളും മുന്നറിയിപ്പുകളും നിരാകരിക്കപ്പെട്ടാൽ നിയമപ്രകാരം അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുന്നതിനായി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാപിക്കുന്ന പ്രത്യേക കോടതിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രീതി സീറോ മലബാർ സഭയിൽ നിലവിൽ വന്നത് 2021 നവംബർ 28 മാർപ്പാപ്പയും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും സീറോ മലബാർ സഭ സിനഡും മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പൊന്തിഫിക്കൽ ഡെലഗേറ്റും ഉപദേശ രൂപേണയും കൽപ്പനകളായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയ്ക്കും പൊതുസമൂഹത്തിൽ വലിയ ഉതപ്പിനും ഇടയാകുന്ന വിധത്തിൽ അച്ചടക്ക ലംഘനം തുടർന്നതിനാലാണ് പ്രത്യേക കോടതിയുടെ സ്ഥാപനം അനിവാര്യമായി വന്നത്. രൂപതാ കേന്ദ്രങ്ങളിലാണ് ഇത്തരം കോടതികൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു കോടതി തുറന്ന് പ്രവർത്തിക്കാൻ സാധ്യമല്ലെന്ന കാര്യം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മേലാധികാരികളെ അറിയിച്ചിരുന്നു. ആയതിനാൽ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരവും റോമിലെ പൗരസ്ത്യ കാര്യാലയത്തിന്റെ നിർദ്ദേശാനുസരണവുമാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ പ്രത്യേക കോടതി സ്ഥാപിച്ചിരിക്കുന്നത്. അച്ചടക്ക ലംഘനം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ, സന്യസ്തർ, ആത്മായർ എന്നിവർക്കെതിരെ സഭാ നിയമപ്രകാരം നടപടി സ്വീകരിക്കുവാൻ ഈ കോടതിക്ക് അധികാരമുണ്ടായിരിക്കും.
ഈ പ്രത്യേക കോടതി പൗരസ്ത്യ സഭകളുടെ കാന നിയമ സംഹിതയും മറ്റ് സഭാ നിയമങ്ങളും അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. പൗരസ്ത്യ കാന നിയമ സംഹിത അനുസരിച്ച് കോടതി നടപടികളും ശിക്ഷാവിധിക്കലും രോഗത്തിനുള്ള ചികിത്സയായും രോഗം മാറ്റാനുള്ള മരുന്നുമായാണ് വിവക്ഷിച്ചിരിക്കുന്നത്. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും വഴികൾ അടയുമ്പോഴാണ് സഭ നീതിന്യായ നടപടികൾ കൈക്കൊള്ളുന്നത്. ഈ പ്രത്യേക കോടതി സഭാ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവർക്കെതിരെ ശിക്ഷ നൽകുവാൻ അധികാരമുള്ള സംവിധാനമാണ്. നീതിന്യായ അധികാരം ഉപയോഗിച്ച് കോടതി നടപടികളിലൂടെയാണ് വ്യക്തികൾ ചെയ്ത കുറ്റത്തിൻ്റെ കാഠിന്യാനുസരണം ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കുക. കാന നിയമ പണ്ഡിതരായ ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ CMI പ്രിസൈഡിംഗ് ജഡ്ജിയായ കോടതിയിൽ ഫാദർ ജോസ് മാറാട്ടിൽ, ഫാദർ ജോയ് പാലിയേക്കര എന്നിവർ ജഡ്ജിമാരായിരിക്കും. ഫാദർ ഗർബാസിസ് ആനിത്തോട്ടത്തിൽ നീതി സംരക്ഷകനായും ഫാദർ ജോസഫ് കാമിച്ചേരി നോട്ടറിയായും പ്രവർത്തിക്കും. കൂടാതെ അഭിഭാഷകരായി ഫാദർ ജോസഫ് പരുമേൽ, ഫാദർ ഫ്രാൻസിസ് ആളൂർ, ഫാദർ മാത്യു കല്ലറയ്ക്കൽ എന്നിവരും നിയമിച്ചിട്ടുണ്ട്.